+2 ഓണം എക്സാമിന്റെ നമ്മുടെ ബയോളജിയുടെ വെയിറ്റേജ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഭാഗങ്ങൾ എന്തായാലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ +2 ഓണം എക്സാമിന് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ തന്നെ ബോട്ടണിയിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സും സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ടണിയുടെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ആകെ 2 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോട്ടണിയുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? ഔട്ട് ഓഫ് 30യിലാണ് നമുക്ക് വരിക. ഓക്കെ, ഔട്ട് ഓഫ് നമുക്ക് 30യിലാണ് വരിക. പക്ഷേ ഇവിടെ നമുക്ക് 39 കാണാൻ വേണ്ടി പറ്റും. അതെന്താണ് 39 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതും കൂടെ വെച്ചിട്ടാണ് 39 പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത് 2019ലെയും 2023ലെയും ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള വെയിറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2019 26 മാർക്കിനും അതുപോലെ 2023 20 മാർക്കിനുമാണ്. ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പളിൽ 2019 12 മാർക്സിനും പക്ഷേ 23 19 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 2023 വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, 20 19 വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പം അതേ റേഞ്ചിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ബോട്ടണിയിൽ നിങ്ങൾക്ക് ഈ തവണത്തെ ഓണം എക്സാമിന് എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ മിസ് ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഈ ഒരു തവണ ഇങ്ങനെയായിരിക്കും വെയിറ്റേജ് എന്നാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിന് പൊതുവേ ഓണം എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് നിങ്ങൾ പബ്ലിക് എക്സാമിന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ ഓണം എക്സാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വെയിറ്റേജ് കൂടുതൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനായിരിക്കും. എന്നാലും നമുക്ക് എന്താണ്, ഇതൊരു ഈക്വൽ വലിയ വ്യത്യാസമൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെൻ്റെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ്. പക്ഷേ ഒരു ഈക്വൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും ബയോടെക്നോളജി പ്രിൻസിപ്പിളും. ഇത് എൻ്റെ കാൽക്കുലേഷനാണ്. ഇതാണ് 2023 ഉണ്ടായിട്ടുള്ളത്. 2023 എന്താണ്, ഏകദേശം 19 20 എന്നുള്ള റേഞ്ചിലാണ് വന്നത്. ഇനി നമ്മുടെ സുവോളജിയുടെ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിനാണ് ഈ 2 ചാപ്റ്റേഴ്സിനേക്കാൾ വെയിറ്റേജ് കൂടുതൽ. അതായത് ഈ ഒരു ചാപ്റ്റർ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 2023 22 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് 12 മാർക്കും ആൻഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷന് 11 മാർക്കുമാണ്. പണ്ടായിരുന്നെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് മിസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു 10 മാർക്ക് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് 8 ആൻഡ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന് 21 മാർക്ക്. അപ്പം ഈ ഒരു വെയിറ്റേജ് ആണ് മിസ് എക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളതെന്നാണ്. പക്ഷെ നിങ്ങൾ 2023 വെയിറ്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിനാണ് കൂടുതൽ. ഓക്കെ, ആൻഡ് ഇത് രണ്ടിനും ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ് വന്നിട്ടുള്ളത്. 11 12 വലിയ വ്യത്യാസമില്ല. എൻ്റെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 10 ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 8 എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓണം എക്സാമിന് ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാതിരിക്കുക, ഈ ചാപ്റ്റർ ഒഴിവാക്കുക, അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാനില്ല. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം, ഏകദേശം നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ ബയോളജി എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ ബയോടെക് പ്രിൻസിപ്പിൾസും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും. ഇതിലാണ് ഇപ്പം ഈ 5 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ആൻഡ് ഈ 2 ചാപ്റ്റേഴ്സ് നമുക്കറിയാം സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കും. ആൻഡ് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുട്ടികൾ ആരും ലൈവ് ഒന്ന് മിസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. റെഡി?